ചെയ്തു വരം വാം വാഞ്ചിതം ദൈത്യൗ ബ്രൂതം പരമസമ്മതം ദദാമി പരിതുഷ്ടാസ്മി യുവയോസ്തപസാഖില. ദൈത്യന്മാരെ, നിങ്ങൾക്ക് അത്യധികം ഇഷ്ടമായ വരം വരിച്ചുകൊള്ളുക. നിങ്ങൾ ഇരുവരുടെയും തപസ്സുകൊണ്ട് സന്തുഷ്ടയായ ഞാൻ അതു നൽകാം. ആദ്യമുണ്ടായ അനുഭൂതിയുടെ പശ്ചാത്തലത്തിൽ ചുരുങ്ങി നിന്നിരുന്നു എങ്കിൽ ഇവർക്ക് വിസ്തൃതമായ ഈ അനുഭവം ഉണ്ടാവില്ല. ഇവിടെ പല ഗുരുക്കന്മാരും ഇതേപോലെയാണ്. യാത്ര തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം ഉണ്ടാവും. പിന്നെ ആ അനുഭവത്തെ പെരുപ്പിച്ച് അവിടെയും ഇവിടെയുമൊക്കെ എഴുതും. അങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്താ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ആരാധക വൃന്ദങ്ങളുണ്ടാകും. പിന്നെ പണ്ടെങ്ങാണ്ടോ ഉണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പലരും ഗുരുക്കന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആദ്യം ഒരു അനുഭവം ഉണ്ടായി, പിന്നെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാനും വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഇവർ അസുരന്മാരായതുകൊണ്ട് എന്താ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് ഫോർച്യുനേറ്റ്ലി വേറെ ആരും ഇല്ല. അപ്പോൾ പറയാനൊന്നുമില്ല. ആകെ മധുവിനോട് പറയും, മധു കൈടഭനോട് പറയും, തീർന്നു പബ്ലിസിറ്റി. ഇന്നങ്ങനെയല്ല. ഇന്ന് ചെറിയൊരു തട്ടലോ മുട്ടലോ കേട്ടാൽ മതി. ഏതൊക്കെ പുസ്തകത്തിലാ എന്തൊക്കെയാണ് എഴുതുക എന്നുള്ളതിന് ഒരു പിടിയുമില്ല. അതിൽ ഭ്രമിച്ച് നിൽക്കുകയാണ്. അതല്ല ആധ്യാത്മികത. ആധ്യാത്മികത ഭ്രമം അല്ല. ആധ്യാത്മികത വസ്തുതയെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പറ്റി മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കലല്ല ആധ്യാത്മികത. മറ്റുള്ളവരെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ആധ്യാത്മികത. എൻ്റെ കഴിവുകളെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ല ആധ്യാത്മികത. നിങ്ങളുടെ കഴിവുകളെ കണ്ടുപിടിച്ച് അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് ആധ്യാത്മികത. അതാണ് ഗുരു ചെയ്യേണ്ടത്. അത് ചെയ്യുന്നയാളെ മാത്രമേ ഗുരു എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമുണ്ടായ മിന്നൽ പിണരിനെ കണ്ട് അത് ചായം ചേർത്ത ചിത്രം വരച്ച് അതിലഭിരമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഈ മഹത്തരമായിട്ടുള്ള അനുഭവം മധുകൈടഭന്മാർക്കുണ്ടാകുമായിരുന്നില്ല. അവർ ആ അനുഭൂതിയിൽ ബദ്ധശ്രദ്ധരായി. അവരതിനെ പെർസ്യൂ ചെയ്തു, വളരെ ഇൻറ്റൻസായിട്ട് പെർസ്യൂ ചെയ്തു. അത് അവർക്ക് വലിയൊരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. സാക്ഷാൽ പരാശക്തി അതിപ്രസന്നയായി, നേരത്തെ പ്രസന്നയായി, അതിപ്രസന്നയായി. എന്നിട്ട് പറഞ്ഞു, ദൈത്യന്മാരെ, നിങ്ങൾക്ക് അത്യധികം ഇഷ്ടമായ വരം സ്വീകരിച്ചോളൂ. വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, തരാം. നിങ്ങൾ ഇരുവരുടെയും തപസ്സുകൊണ്ട് സന്തുഷ്ടയായ ഞാൻ അത് നൽകാം. എന്ത് വേണേലും ചോദിച്ചോ, അത് ഞാൻ തരാം. സൂത ഉവാച. സൂതനപ്പം മറുപടി പറയുകയാണ്, ഇതി ശ്രുത്വാതു താം വാണീം ദാനവാവ് ഊജതുസ്തദാ സ്വേച്ഛയാ മരണം ദേവി വരം നോ ദേഹി സുവ്രതേ. ഈ വാക്ക് കേട്ടപ്പോൾ ദാനവന്മാർ പറഞ്ഞു, ദേവി സുവ്രതേ, നല്ല വ്രതത്തോടുകൂടിയവളെ, നല്ലതിനെ വരിച്ചവളെ എന്നൊക്കെ അതിനെ അർത്ഥം. ദേവി സുവ്രതേ, ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ മരണം സംഭവിക്കൂ എന്ന വരം ഞങ്ങൾക്ക് തന്നാലും. പണ്ടേ എല്ലാവർക്കും ഈ മരണം ഒരു വലിയ ഭയം തന്നെയാണ്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ മരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആരും ഇച്ഛിക്കാറില്ല മരണം എന്ന് പറഞ്ഞാൽ മരണം ഉണ്ടാവില്ല എന്നർത്ഥം. മരണം ഉണ്ടാകരുതെന്ന്, മരണമില്ലാത്ത അവസ്ഥ തരണം എന്ന് പറഞ്ഞാൽ ദേവി കൊടുക്കുകയില്ല. അത് ദേവി പറയുന്നത് നാട്ടിൽ നടപ്പില്ലാത്ത പരിപാടിയാണ്, അത് പറ്റില്ല എന്ന് പറയും. അതിവർക്കറിയാം. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴേ മരിക്കാൻ പാടുള്ളൂ. ആരെങ്കിലും മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു ദുർബല നിമിഷത്തിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതാണ്. ആ ദുർബല നിമിഷത്തിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റിയാൽ പിന്നെ ജന്മത്ത് അവർ ആത്മഹത്യയില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ആരും മരിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, സ്വേച്ഛാമൃത്യു തന്നാൽ മതി ദേവി, ഞങ്ങൾ വിചാരിക്കുമ്പോഴേ ഞങ്ങൾ മരിക്കാൻ പാടുള്ളൂ. വാഗുവാച. ദേവി പറഞ്ഞു, വാഞ്ചിതം മരണം ദൈത്യവും ഭവേദ്വാം മത്പ്രസാദത അജേയൗ ദേവദൈത്യൈശ്ച ഭ്രാതരൗ നാത്ര സംശയ. എൻ്റെ പ്രസാദ നിമിത്തം ദേവി അതിപ്രസന്നയായിരിക്കുകയാണ്. ഈ അത്യധികം സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നൊരു പിടിയില്ല. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ നമ്മൾ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത്. കണ്ടിട്ടില്ലേ അങ്ങനെ? ചെയ്തിട്ടും ഇല്ലേ അങ്ങനെ? സന്തോഷിപ്പിക്കുക.
സന്തോഷിപ്പിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം വരും. സന്തോഷം എന്താ വേണ്ടത് ചെയ്തു തരും. അങ്ങ് പലർക്കും പൈസ കൊടുക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. ചിലർക്ക് മദ്യം കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും, ചിലർക്ക് വേറെ പലതും കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും. അങ്ങനെ സന്തോഷിച്ചിട്ടാണ് പലരും കാര്യം ചെയ്യുന്നത്. കൈക്കൂലി എന്നതിനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. കൈക്കൂലിയല്ല, അത് സന്തോഷമാണത്. സന്തോഷിപ്പിക്കുകയാണ്. ശരിയായ രീതിയിലല്ല സന്തോഷിപ്പിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷെ സന്തോഷിക്കുകയാണ് അവർ. അങ്ങോട്ട് സന്തോഷം വരും. എന്താ വേണ്ടത് അതങ്ങോട്ട് ചെയ്തു തരും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ദേവി അങ്ങോട്ട് സന്തോഷിച്ചിട്ട് പറയുകയാണ്, വാഗുവാച വാഞ്ചിതം മരണം ദൈത്യവും ഭവേദ്വാം മത്പ്രസാദത അജേയൗ ദേവദൈത്യൈശ്ച ഭ്രാതരൗ നാത്ര സംശയ. എൻ്റെ പ്രസാദ നിമിത്തം 2 പേർക്കും ഇച്ഛിച്ച വിധത്തിലുള്ള മരണം സംഭവിക്കട്ടെ. നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾ മരിക്കൂ. സോദരന്മാരായ 2 പേരെയും ദേവന്മാരോ ദൈത്യന്മാരോ ജയിക്കുകയുമില്ല, ഇതിൽ സംശയം വേണ്ട. ബോണസും കൂടെ കൊടുക്കും ദേവി. അങ്ങനെയാണ്. സന്തോഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളായാലും ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് മക്കൾ രക്ഷിതാക്കളെ സന്തോഷിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് കാമുകന്മാർ പരസ്പരം സന്തോഷിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥനെയും കാര്യം കാണാൻ ആഗ്രഹിക്കുന്നവൻ സാധിപ്പിച്ചു തരേണ്ടുന്ന ആളെയും സന്തോഷിപ്പിക്കുന്നത്. സന്തോഷം അങ്ങോട്ട് വന്നാൽ പരസ്യത്തിൽ പറഞ്ഞതുപോലെയാണ്, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള സ്ഥിതി അങ്ങോട്ട് വരും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. ദേവി ബോണസും കൊടുക്കും. ചോദിച്ചത് മാത്രമല്ല, കൂടുതൽ കൊടുക്കും. ശങ്കര ഭഗവത്പാദർ ദേവിയെ പറ്റിയിട്ട് എഴുതിയ അതിപ്രസിദ്ധമായിട്ടുള്ള സൗന്ദര്യലഹരിയിലെ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഫലമപിച്ച വാഞ്ചാസമധികം. ചോദിക്കുന്നതിലും കൂടുതൽ തരും ദേവി. ചോദിക്കുന്നത് അങ്ങനെ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് തരാൻ ദേവി റേഷൻ കടയൊന്നുമല്ലല്ലോ നടത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ തരും ദേവി. ചോദിക്കുന്നതിലും കൂടുതൽ തരും ദേവി. അങ്ങനെ ഒരു ദേവിയെ നമുക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസുരന്മാരുടെ മുമ്പിൽ പോലും അതിസന്തോഷത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ട ആ മഹാദേവിയെ ആസുരികതയത്രയൊന്നുമില്ലാത്ത നമുക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ പ്രസാദ നിമിത്തം 2 പേർക്കും ഇച്ഛിച്ച വിധത്തിലുള്ള മരണം സംഭവിക്കട്ടെ. സോദരന്മാരായ 2 പേരെയും ദേവന്മാരോ ദൈത്യന്മാരോ ജയിക്കുകയുമില്ല. ദേവന്മാർ മാത്രമല്ല, ദൈത്യന്മാരും നിങ്ങളെ ജയിക്കുകയില്ല. ഇതിൽ സംശയം വേണ്ട, യാതൊരു സംശയവും വേണ്ട. സൂത ഉവാച ഇതി ദത്താവരൗ ദേവ്യ ദാനവൗ മദദർപ്പിതൗ ചക്രതു സാഗരേ ക്രീഡാം യാദോ ഗണസമന്വിതൗ ഇതി ദത്താവരൗ ദേവ്യ ദാനവൗ മദദർപ്പിതൗ ചക്രതു സാഗരേ ക്രീഡാം യാദോ ഗണസമന്വിതൗ. ഇങ്ങനെ ദേവിയിൽ നിന്ന് വരം ലഭിച്ച 2 ദൈത്യന്മാരും മദഗർവിതരായി സമുദ്രത്തിലെ ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചു. അസുരന്മാരാണേ, അതുകൊണ്ട് ആസുരികമായ സ്വഭാവം കാണിക്കും. ഈശ്വരാനുഗ്രഹമുണ്ടായാലും പരമമായിട്ടുള്ള അനുഗ്രഹമല്ല ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചേ വെളിപ്പെടുകയുള്ളൂ. പരമമായിട്ടുള്ള അനുഭവം നമ്മളെ ടോട്ടലി മാറ്റും. അപ്പോൾ ഇവിടെ പരമമായ അനുഭവമല്ല, എന്തും കൊടുക്കാമെന്ന് ദേവി പറഞ്ഞു. ദേവിയുടെ അവസ്ഥയുണ്ടാകണം എന്ന് ഇവർ ചോദിച്ചിരുന്നെങ്കിൽ ഇവരിൽ മാറ്റമുണ്ടായേനെ. ഇവർ ചോദിച്ചത് അപ്പോഴും പരിമിതമായിട്ടുള്ള വരം തന്നെയാണ്. അതുകൊണ്ട് പരിമിതമായത് പരിമിതികളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കില്ല. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിലും ദേവിയാൽ കൊടുക്കപ്പെട്ട വരം കൊണ്ട് അനുഗ്രഹീതരാണെങ്കിലും ഇവർ ആസുരിക സ്വഭാവത്തോടു കൂടിയവർ തന്നെയാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് മാറ്റമുണ്ടാക്കണമെങ്കിൽ അപരിമിതമായതിനെ ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യണം. മദഗർവിതരായി സമുദ്രത്തിലെ ജലജന്തുക്കളോടൊപ്പം അവർ ക്രീഡിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ദിവ്യഗണങ്ങളോടുകൂടിയല്ല അവർ ക്രീഡിച്ചത്. അവർ ക്രീഡിച്ചത് ജലജന്തുക്കളോടൊപ്പമാണ്. അതായത് ആ ജലത്തിലുള്ളത് എന്തൊക്കെയാണോ അതിനോടാണ് അവർ സഹവസിച്ചത്. അപ്പോൾ നമുക്ക് ഈ സ്പിരിച്വലായിട്ടുള്ള അറ്റൈൻമെൻറ്റ്സ് ഉണ്ടായാൽ നമ്മളുടെ സാധാരണമായ സാഹചര്യങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല. അത് അതുപോലെ തന്നെ നിൽക്കും. അപരിമിതമായതിനെ അല്ല നാം പ്രാപിക്കുന്നത്, സ്വാംശീകരിക്കുന്നത് എങ്കിൽ പരിമിതികളോടുകൂടിയവരായിരിക്കും.
അതുകൊണ്ട് അസുരന്മാരായി നിന്നു. ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള സത്യങ്ങളെയും ഈ കഥകളിലൂടെ മഹാ അഭ്യാസിയായ സാധനാപടുവും കൂടിയായ വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ്. അവർ ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചു. ആ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുരാണത്തിലെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ നിസ്സാരമായ ഒരു ബിംബമാണിത്, പക്ഷെ അതുപോലും അർത്ഥവത്താണ്. ഇത്രയൊക്കെ ഗംഭീരമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നതിന് ശേഷവും ഇവരുടെ ചുറ്റുപാടുകൾ പഴയതുപോലെ തിന്നു, വേറൊന്നും ആയില്ല. ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചു. കാലേന കിയതാവിപ്ര ദാനവാഭ്യാം എതിർച്ഛയ ദൃഷ്ട പ്രജാപതിർബ്രഹ്മ പത്മാസനഗത പ്രഭു. ഹേ വിപ്രന്മാരെ, സൂതൻ ഋഷിമാരോട് പറയുകയാണ്, കുറച്ചു നാൾക്കുള്ളിൽ 2 ദാനവന്മാരും പ്രജാപതിയും പത്മാസനസ്ഥനും പ്രഭുവുമായ ബ്രഹ്മാവിനെ എതിർച്ഛയാ കാണാനിടയായി. യാദൃച്ഛികമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും മാറ്റങ്ങളുണ്ടാക്കുന്നു. ആ മാറ്റങ്ങളുണ്ടാക്കുന്നതിനു കാരണമായ യാദൃച്ഛികത എന്ന് പറയുന്നത് ഈശ്വരൻ്റെ കയ്യൊപ്പോടുകൂടിയതും ആണ്. എല്ലാ യാദൃച്ഛികതകളും എല്ലാം ഇത് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ആ ഒരൊറ്റ അറിവ് കൊണ്ട് ജീവിതം തന്നെ മാറും. എതിർച്ഛയാ കാണാനിടയായി. എതിർച്ഛയാ നടന്നുപോയ വേടൻ കിളികളെ കാണാനിടയായി. എതിർച്ഛയാ കാട്ടിലൊറ്റപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവ് തപസ് ചെയ്യുന്ന മുനിയെ കാണാനിടയായി. എതിർച്ഛയാ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് പോയ സുരഥനും സമാധിയും സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിപ്പെടുകയും തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്തു. മാറ്റങ്ങളുണ്ടാക്കാൻ ശക്തിയുള്ളതാണ് ജീവിതത്തിലെ യാദൃശ്ചികത സംഭവങ്ങൾ. എതിർച്ഛയായി ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഈശ്വരൻ്റെ കയ്യെപ്പോഴും. എത്ര ധന്യമാണ് നമ്മുടെ ജീവിതം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ യാദൃശ്ചികതകൾക്ക് വിളനിലമായി തീർന്നതാണ് ഇത്രയും ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിലെ നമ്മുടെ ജീവിതം എന്ന് ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൃഷ്ട്വാതു മുദിതാവാസ്താം യുദ്ധകാമൗ മഹാബലൗ തമൂജതുസ്തദാ തത്ര യുദ്ധം നൗദേഹി സുവ്രത. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. ഇതുവരെ കളിച്ച് നടന്നത് മുഴുവൻ ഈ ജലജന്തുക്കളല്ലേ, അതിൽ നിന്നും ബെറ്ററായിട്ടുള്ള ഒരാളെ കണ്ടപ്പം സന്തോഷമായി. എന്താ അവരുടെ സന്തോഷം? ഇവർ യുദ്ധകാമരാണ്, ഇവർ കായിക പ്രകടനത്തിൽ താല്പര്യമുള്ളവരാണ്. സന്തോഷമായി. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മഹാപരാക്രമികളുമായ അവർ അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഹേ സുവ്രത, യുദ്ധം ചെയ്യാൻ വരൂ. ബ്രഹ്മാവ് ഇവിടെ സർഗാത്മകതയുടെ പ്രതീകമാണ്. സ്തുതിനിന്ദകളാകുന്ന വാക്കുകൾ സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെട്ടാൽ സർഗാത്മകതയുണർത്തുന്ന ആനന്ദത്തിന് കോട്ടം തട്ടും. സർഗാത്മകതയാണ് ആനന്ദത്തിന് കാരണമായിട്ടുള്ളത്. സ്തുതിനിന്ദകളാകുന്ന വാക്കുകളുടെ പിടിയിൽപ്പെടുന്ന സർഗാത്മകത സന്തോഷത്തിന് പകരം ദുഃഖത്തെയാണ് തരിക. ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവിനെ കണ്ടപ്പം ഇവർക്ക് തോന്നി യുദ്ധം ചെയ്യാം. ഇവരെ ആരെ കണ്ട? ജലജന്തുക്കളുമായിട്ട് ക്രീഡിച്ചു എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി കളഞ്ഞ ആട്ടിപ്പിട്ടിയൊക്കെ കൂട്ടി അങ്ങനെ നടന്നപ്പോഴാണ് നല്ലൊരാൾ താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. 4 തലയും 4 കയ്യും ഉണ്ട്. എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അയാളെ വിളിച്ചു, ഹേ സുവ്രത, കണ്ടിട്ട് നല്ല ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ സുവ്രത, യുദ്ധം ചെയ്യാൻ വരൂ. നോചേത് പത്മം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം യദി ത്വം നിർബലശ്ചാസി ക്വ യോഗ്യം ശുഭാസനം. യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പത്മം വെടിഞ്ഞ് ഇഷ്ടമുള്ളിടത്തേക്ക് വേഗം പോയിക്കൊള്ളൂ. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണ് നമ്മൾ വെല്ലുവിളിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരെല്ലാം അവർ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ യോഗ്യരല്ല എന്ന് നമ്മൾ തീരുമാനിക്കും. അതേപോലെ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ നമുക്കൊരു ഡിബേറ്റ് ആകാം. എന്താ കാര്യം? എനിക്കുള്ളത് ഞാൻ തെളിവ് സഹിതം പറയാം. അപ്പോൾ നിങ്ങളുടെ തെളിവ് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കാര്യങ്ങൾ എൻ്റെ കഴിവുകൾ ഞാൻ പ്രകടിപ്പിക്കാം. അത് അംഗീകരിച്ച് മുന്നോട്ട് വന്നാൽ നമുക്കൊരു സഹവർത്തിത്വം ആവാം. അല്ലെങ്കിലോ സ്ഥലം വിട്ടോളാൻ
ഇതന്നെയല്ലേ എല്ലാവരും ഇപ്പോഴും ചെയ്യണത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പെഴുതിയ ഈ കഥയിലെ ഭാഗങ്ങൾ തന്നെയല്ലേ ഇന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളാണെന്നേ ഉള്ളൂ നാമും ആടിത്തിമിർക്കുന്നത്. നീ ദുർബലനാണെങ്കിൽ എന്തിനാണ് നിനക്ക് ഈ അന്തസ്സുള്ള ആസനം? ബലം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നത് ബലം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റാത്തത് ദുർബലത. അപ്പോൾ ദുർബലനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ താമരപ്പൂവിൻ്റെ മുകളിലിരിക്കണത്? ഇറങ്ങിപ്പോ. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ സ്ഥലം വിടുക. ഇതാണ് പറഞ്ഞത്. നോ ചേത് പത്മം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം. എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ, ഇഷ്ടമുള്ളതുപോലെ. യതിത്വം നിർബലശ്ചാസി ക്വ യോഗ്യം ശുഭാസനം. എന്താ കാരണം? ദുർബലനാണ് എങ്കിൽ ഈ ശുഭമായ ആസനത്തിലിരിക്കാൻ നിനക്കെന്താ യോഗ്യത? വീരഭോഗ്യമിതം സ്ഥാനം കാതരോസി ത്യജാശുവൈ തയോരിതി വചശ്രുത്വ ചിന്താമാപ പ്രജാപതി. നീ ഭീരുവാണ്. അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. മറ്റേ ആൾ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ അവിടെ നിന്ന് പാട്ട് പാടുകയാണ്. ഒരു തല കൊണ്ട് ഋഗ്വേദം, മറ്റേ തല കൊണ്ട് യജുർവേദം, മൂന്നാമത്തെ തല കൊണ്ട് സാമവേദം, നാലാമത്തെ തല കൊണ്ട് അഥർവവേദം. മുകളിലൊരു തലയുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. അത് ശിവൻ എടുത്ത് മാറ്റുകയും ചെയ്തു. അത് തന്ത്രമായിരുന്നു എന്നും ആ തന്ത്രത്തെ പിന്നീട് ശിവൻ സ്വാംശീകരിച്ചു എന്നും ഒക്കെ പറയുന്നു. ഏതായാലും 4 തലകൾ കൊണ്ട് വേദമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ അവിടെ ഇരുന്ന് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയണത്, നീ ഭീരുവാണ്. വെറുതെ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട് വഴിയേ പോകുന്നവർ, നമ്മളിപ്പോൾ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം വഴിയേ പോകുന്ന ആൾക്കാർ കയറി വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സമയം ചിലവാക്കുകയാണ്, അതും ഇതുമൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ നീ ഭീരുവാണ്. വീരന്മാർക്കിരിക്കാനുള്ള ഈ സ്ഥാനം വിട്ട് വേഗം പോയിക്കൊള്ളും. വരാ തീരുമാനിക്കണതേ ആരെവിടെ ഇരിക്കും, എന്ത് യോഗ്യത വേണം അവിടെ ഇരിക്കാൻ എന്നൊക്കെ ഇവരാ തീരുമാനിക്കണത്. അങ്ങനെ ഈ സ്ഥാനം വിട്ട് വേഗം പോയിക്കൊള്ളൂ. അവരുടെ വാക്ക് കേട്ട് പ്രജാപതി ചിന്തയിലാണ്ടു. ആദ്യമായിട്ടാണ് പ്രജാപതി ഇങ്ങനെ വാക്കുകൾ കേൾക്കണത്. അപ്പോൾ പ്രജാപതി ആകപ്പാടെ അന്തം വിട്ടു. സൃഷ്ടിക്കാൻ കൈക്കരുത്ത് ആവശ്യമാണ് എന്ന് പ്രജാപതിക്ക് വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പ്രജാപതി ഏതായാലും ചിന്തയിലാണ്ടു. ദൃഷ്ട്വാച ബലിനൗ വീരൗ കിം കരോമീതി താപസ ചിന്താവിഷ്ടസ്തദാതസ്ഥൗ ചിന്തയൻ മനസാതദാ. തപോനിഷ്ഠനായ ബ്രഹ്മാവ് പരാക്രമശാലികളും ബലവാന്മാരുമായ അവരെ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ചിന്തിച്ച് നിന്നുപോയി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നതിന് മുമ്പ് ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ കയ്യൂക്കുള്ളവൻ്റെ മുമ്പിലൊന്ന് പതറുക, കയ്യൂക്കുള്ളവൻ്റെ മുമ്പിലൊന്ന് പതറി നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവിന് നിശ്ചയമില്ലാണ്ടായി. പരാക്രമശാലികളും ബലവാന്മാരുമായ അവരെ കണ്ടിട്ട്, ബലവാന്മാർ മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പരാക്രമശാലികളുമായ അവരെ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ചിന്തിച്ച് നിന്നുപോയി. വർത്തമാനം പറയാനൊന്നുമുള്ള പാകത്തിലല്ല, വാടാന്നും പറഞ്ഞിട്ടാണ് വരുന്നത്, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ചിന്തയിൽ ആണ്ടുപോയി. ഇവിടെ 6ാമത്തെ അധ്യായം കഴിയുകയാണ്. ഇതി ശ്രീ ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ ഷഷ്ടോധ്യായ. ഇപ്പോഴത്തെ സീരിയലുകളൊക്കെ നിർത്തുന്നത് പോലെയാണ് വ്യാസഭഗവാൻ കൊണ്ട് നിർത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്തു ചെയ്തു ബ്രഹ്മാവ്? മധുകൈടഭന്മാരുടെ വാക്കുകൾ കേട്ട് ചിന്തയിലാണ്ട ബ്രഹ്മാവിൻ്റെ അനന്തര നടപടികൾ എന്ത്? ബ്രഹ്മാവും മധുകൈടഭന്മാരും തമ്മിൽ യുദ്ധമുണ്ടായോ? ഉണ്ടായെങ്കിൽ ആര് ജയിച്ചു? തുടർന്ന് കാണുക എന്ന് സീരിയലുകാർ പറയുന്നത് പോലെ ഈ അധ്യായം നമുക്കിവിടെ നിർത്താം. അടുത്ത അധ്യായത്തിൽ കഥ തുടരാം.